ഇന്നലെ എന്താ വരാഞ്ഞത്? ആണോ? അത് ശരി. ഇപ്പൊ എങ്ങനെ വരാനാ? അച്ഛൻ ഇവിടെ തിരക്കലല്ലേ? നോക്കട്ടെ കേട്ടോ. എനിക്കോ ഏറ്റവും ഇഷ്ടം എന്താ? നിന്നെ അല്ലാതെ ആരെ? ആര്? ഇവിടെ ഉള്ളവരോ? അവരൊക്കെ നീ കഴിഞ്ഞിട്ടല്ലേ എനിക്കുള്ളൂ മോളു. ആണല്ലേ? കുളിക്കാൻ പോവാന്നോ? കുളി കഴിയുമ്പോ ഏത് ഡ്രസ്സാ മോൾ ഇടാൻ പോകുന്നേ? അതൊന്നും നമ്മൾ ഒബ്രോണി കണ്ടപ്പെട്ടതോ? ആ ബ്ലാക്കോ? ആ അത് മതി, അതെനിക്കിഷ്ടം. ആ എന്നാ വൈകുന്നേരം കൊണ്ടൊക്കെ പോര്. ഓക്കെ, ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്, വെക്കട്ടെ. തന്നോളൂ. ആ കിട്ടി. തിരിച്ചു വേണ്ടേ? ഉമ്മ. അയ്യോ, റോയ്ച്ചൻ കൈ വിട്ടുപോയടാ. എപ്പോ ഞാൻ റോച്ചനെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ ചുറ്റിക്കലിലായിരിക്കും. അത് ഞാൻ കാണുമ്പോ പറയാറുണ്ടായിരുന്നു. ഇനി കണ്ടാ ഞാൻ പറയുകയും ചെയ്യും. പക്ഷെ ഇനി നമ്മളൊരു തീരുമാനത്തിൽ എത്തിയേ പറ്റൂ. ഏതവളാണാവോ വന്ന് കേറാൻ പോകുന്നത്? നോട്ടപേശമാണ്. നമ്മുടെ തോന്നിവാസത്തിന് എല്ലാത്തിനും റോയ്ച്ചനെ അനുവദിച്ചു. അതാ പറ്റിപ്പോയത്. ഞങ്ങളാണോ നോക്കിയിട്ടിരുന്നത്? നീയല്ലേ? അതെ, ശരിയാ, എന്റെ തെറ്റാ. ഞാൻ അറിയുന്നുണ്ടോ പുറത്തിറങ്ങിയ റോയ്ച്ചൻ എന്തൊക്കെ വികൃതി കാണിക്കുമെന്ന്. എന്നാലും തറവാട്ടി പറഞ്ഞ കൊച്ചിനെ കൊണ്ട് റോയ്ച്ചനെ കെട്ടിക്കണമെന്നായിരുന്നു എന്റെ സ്വപ്നം. പാഴാവോ എന്റെ കർത്താവേ. ഉമ്മ വരെ കൊടുത്ത സ്ഥിതിക്ക് പ്രശ്നാവുന്ന തോന്നുന്നേ. ഇതിപ്പോ ഏതവളാന്ന് എങ്ങനെ അറിയാ? ടോണി, നീ ലെവളാണെങ്കിലോ? എവള്? നമ്മുടെ മൂവി ഡയറക്ടർ നേഹ. നേഹയോ? വല്ല ഗതിയുള്ളവല്ലാണോ? നമ്മുടെ റോയ്ച്ചനെ ചേരോ? അതവളാവും. ഒരു കാരണമുണ്ട്. അവളന്ന് എത്ര മണിക്ക് വരുമെന്ന് അറിയിച്ചിരുന്നത്? 11 മണി. ഇപ്പൊ സമയം 9:50. ഇപ്പൊ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ മാത്രമേ ആ കുട്ടി പറഞ്ഞ സമയത്ത് ഇവിടെ എത്തുകയുള്ളൂ. കുളിക്കാൻ പോവുകയാണോന്ന് ആ കുട്ടിയോട് റോയിച്ചൻ ചോദിച്ചത് നമ്മൾ കേട്ടതല്ലേ? അതെ. എങ്കിൽ നീ ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. അവൾ വരുമ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളറ് റോയിച്ചൻ പറഞ്ഞ ബ്ലാക്ക് ആണെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, ഷീ ഈസ് ദ വൺ. ഇതവളാണ്. തവളയാ? യു മീൻ ഫ്രോഗ്? This is our location. ബ്ലാക്ക്. ദൈവമേ, ബ്ലാക്ക്. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പോയാ. ഞാൻ പോവാ. ഹായ്. ഹായ് സാറ, ഇത് നേഹ. ഹായ് സാറ. റോയ്ച്ചൻ എവിടെ? അകത്തുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ കണ്ടോളാം. എന്റെ ക്രൂ ഒന്ന് വരും, നോക്കിക്കോളണേ. ബൈ. അവൾ വിളിച്ചത് കേട്ടോ? റോയ്ച്ചാന്ന്. ഒരു കുത്തു വെച്ച് കൊടുക്കാനാ തോന്നിയ? വേണ്ടായിരുന്നു ഷൂട്ടിങ്ങും മട്ടായിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. 3 പേരും കൂടെ കുത്തി മറിയായിരുന്നല്ലോ. ഇനിയിപ്പോ ഈ ഒരൊറ്റ ദിവസം മതി റോയിച്ചന്റെ കൂടെ നടന്ന് നമ്മളെയൊക്കെ തോപ്പിക്കാൻ. എങ്ങനെയാടാ അവളെ റോയ്ച്ചനിൽ നിന്ന് പിരിക്കുന്നേ? നമുക്കെല്ലാവർക്കും കൂടി റോയിച്ചനോട് പറയാം. എന്ത് പറയണം? നമുക്കാർക്കും അവളെ ഇഷ്ടമല്ല, അതുകൊണ്ട് റോയിച്ച അവളെ കെട്ടണ്ടെന്ന്. അപ്പ പറയും നിങ്ങൾ കെട്ടണ്ട, ഞാൻ കെട്ടിക്കൊള്ളാന്ന്. അറിയാലോ റോയ്ച്ചന് ദേഷ്യമൊക്കെ. അങ്ങനെയൊന്നുമല്ല, പഴയ സ്വഭാവമൊക്കെ എന്താ മാറിയെന്നറിയോ? പണ്ട് ഞാൻ റോയിച്ചന്റെ മുമ്പ് കൂടി പോകത്തില്ലായിരുന്നു. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ മാറാൻ പറ്റുമോ? നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന റോയിച്ചനെ അവള് കൊണ്ടുപോകത്തേ ഉള്ളൂ. നീ വല്ല ഐഡിയയും പറ.